ഈണം നൽകിയത്. സോ നമുക്ക് നമ്മുടെ ക്രൂവിനെ പരിചയപ്പെട്ടാലോ? അമ്പാനെ ഇതിപ്പോ മൂന്നാമത്തെ വട്ടു STCയിലല്ലേ? മൂന്നാമത്തെ അമ്പാൻ കമ്മിറ്റഡ് ആയി എന്നാണല്ലോ നമ്മൾ കേട്ടത്. ആണോ? നമ്മൾ ഉദ്ദേശിച്ച സിനിമയിലും കേട്ടോ. സിനിമയില് പൈങ്കിളി സിനിമയിൽ എന്തൊക്കെയാണ് പുതിയ മൂവിയുടെ വിശേഷം? മൂവിയുടെ വിശേഷം ആവേശത്തിന് ശേഷം ഞങ്ങൾ ചെയ്യുന്ന പടവും ആ സെയിം ടീം ചെയ്യുന്ന പടവും പൈങ്കിളി. നമ്മൾ ശ്രീജിത്തേനെ എല്ലാവർക്കും അറിയായിരിക്കും. ആക്ടറാണ് ശ്രീജിത്തേൻ. ഈ പറഞ്ഞ പോലെ ആവേശത്തിന് മറ്റേ ഹോസ്റ്റൽ വാടനൊക്കെ ആയിട്ട് ഒരു PK എന്ന് പറഞ്ഞ ക്യാരക്ടർ. അതുപോലെ മഹേഷിന്റെ ഒരു ക്യാരക്ടർ ചെരുപ്പടക്കാരനായിട്ട്. അതുപോലെ മായനദി കുമ്പളങ്ങി നൈറ്റ്സ് പോലെ സിനിമ ചെയ്തിട്ടുണ്ട്. ആഷിഖ് കപൂറിന്റെ ഈ പറഞ്ഞ ശ്യാംകൃഷ്ണൻ ആ ടീം ഡയറക്ഷൻ ടീമിലുള്ള ഗിരീഷ് ബോധന്റെ ഡയറക്ഷൻ ടീമിലായിരുന്നു ശ്രീധരൻ. ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്ന പടവും പൈങ്കിളി. അപ്പൊ അതിന്റെ പ്രൊഡ്യൂസർ നമ്മുടെ സ്വന്തം വെങ്കടനായിരുന്നു. ഫാദൊക്കെയാണ് ഫാദാസ്. പ്രൊഡ്യൂസർ ജിത്തു ഉണ്ട്. ജിത്തു എഴുതിയ സിനിമയാണ്. അപ്പൊ ശ്രീധരൻ ആദ്യം ഡയറക്ട് ചെയ്ത സിനിമയിൽ എനിക്ക് ആദ്യമായിട്ട് നായകനാവാൻ പറ്റി. അപ്പൊ ഞാൻ ആദ്യമായിട്ട് നായകനാവുന്ന സിനിമയാണ്. നിങ്ങൾ ഉത്സാഹമാക്കി തരണം. പൊന്മാൻ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലിപ്പം ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് നല്ല അഭിപ്രായങ്ങൾ വരും. നിങ്ങൾ കണ്ടോ പടം? ആരും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഇതിൽ പറഞ്ഞ അനശ്വര, ജിസ്മ, ചന്തു, റോഷന അത് ആവശ്യമില്ല, ശാന്തൻ കണ്ടാൽ ലുക്കൊക്കെ മാറി. അതിന്റെ ക്ലീൻഷേവായതുകൊണ്ട് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ 8 സോങ് ഉണ്ട്. ജസ്റ്റിൻ വർഗീസ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. അതിലൊരു സോങ്ങാണ് ഹാർട്ട് അറ്റാക്ക്. ബാക്കി ഏതെല്ലാം വരാനിരിക്കുന്നുള്ളൂ. ഇനി നമുക്ക് 10 ദിവസം കൂടെ ഉള്ളൂ റിലീസ്. ഫെബ്രുവരി 14, അതായത് വാലന്റൈൻസ് ഡേ. അപ്പൊ എല്ലാവരും പടം കാണണം. അപ്പൊ നമ്മള് ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗം കൂടി കേട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി ബാക്കി എല്ലാവരും സംസാരിക്കട്ടെ. ഞാൻ റോഷൻ പരിമാറാണ്. കഴിഞ്ഞാലും പറഞ്ഞ പോലെ ആവേശത്തിന് ശേഷം രണ്ടാമപ്പോഴാണ് പൈങ്കിളി. അപ്പൊ ആവേശത്തിന് തന്നെ നിനക്കൊരു ഇൻട്രോ തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ആയിക്കോട്ടെ. ആവേശത്തിൽ നമ്മുടെ മനസ്സിൽ കവർന്ന വേറൊരാളും ഇവിടെ ഉണ്ടെന്നാണ് ഞങ്ങൾ പറയാൻ പറ്റത്. മറ്റാരുമല്ല, ഇപ്പൊ വിശേഷം പറഞ്ഞ് തുടങ്ങിയ നമ്മുടെ ചേട്ടനെ തന്നെ ഒന്നുകൂടി വിശേഷം പറയാൻ നമ്മൾ ക്ഷണിക്കുന്നു. എല്ലാവരും ആവേശത്തിൽ നിന്ന് സപ്പോർട്ട് പൈങ്കിളിക്ക് ഉണ്ടാവും. ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വാലന്റൈൻസ് ഡേക്കാണ് റേറ്റ്. അപ്പൊ എല്ലാവരും ഫെബ്രുവരി 14 പൈങ്കിളി പോയി കാണും. താങ്ക്സ് സോ മച്ച്. നിർമ്മാണം ചെയ്തിരിക്കുന്നത് ജിതു മാധവൻ സാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് സൂപ്പർ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ഒരു വ്യക്തിയാണ്. ആവേശം, രോമാഞ്ചം. സോ നമുക്ക് ശ്രീജിത്ത് ബാബു സാറിലേക്ക് ഇറക്കാം. ഈ മൂവിയുടെ ഡയറക്ടർ വിളിക്കാം. നമസ്കാരം. ഫസ്റ്റ് പടമാണ് ഫെബ്രുവരി 14-ാം തീയതി. അപ്പോൾ പൈങ്കിളി ഞാൻ നിങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. എല്ലാവരും പൊന്നുപോലെ ഒന്ന് കൊണ്ടു നടന്നാൽ അടിപൊളി. അടുത്തതായി ഉദാഹരണം സുജാത, കണ്ണീർ മത്തൻ നിലങ്ങൾ, അങ്ങനെ പൈങ്കിളിയിലെത്തി മലയാളി മനസ്സുകളുടെ മനം കവർന്നൊരു നടി നമ്മുടെ കൂടെയുണ്ട്. ഐ തിങ്ക് വി ആർ ഓൾ ദി സെയിം ഏജ്, ബട്ട് ദി ഓറ, ദി ഗ്രേസ്, ദി ഹാർഡ് വർക്ക് ആൻഡ് ദി ടാലന്റ് ഓഫ് അനശ്വര രാജൻ. ഞാൻ ആദ്യം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ കോളേജിലേക്ക് വരാൻ. ഞാൻ ഇതുവരെ ഒരു പടത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ടില്ല. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ നിൽക്കുമ്പോൾ. സോ ഞാൻ ഒരു ഗേൾസ് സ്കൂളിൽ പഠിച്ച ഒരാളാണ് എൻ്റെ 10th വരെ. അപ്പോൾ എനിക്കറിയാം ഒരു ഗേൾസ് സ്കൂൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടികൾ മാത്രം ഉണ്ടാവുന്ന ഒരു വൈബ്, അല്ലെങ്കിൽ ആ കോളേജിലെ ഒരു വൈബ്. ഇപ്പൊ പറഞ്ഞ പോലെ ഞങ്ങളുടെ സിനിമ ഫെബ്രുവരി 14 തിയേറ്ററിലെത്താണ്. ശ്രീധരനാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്.
അപ്പോ 14-ാം തീയതി നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനെ നിങ്ങളുടെ പാരന്റ്സിനെ കൂട്ടിയിട്ട് തീർച്ചയായിട്ടും കാണാൻ പോവാ തിയേറ്ററില്. പാട്ട് ഇപ്പൊ കണ്ട് ഇഷ്ടമായോ പാട്ട്? അപ്പൊ സിനിമ തീർച്ചയായിട്ടും കേട്ടിട്ട് തന്നെ പോയിട്ട് കാണണം. അപ്പോ താങ്ക് യു, നന്നായി കൈയടിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു. ന്യൂസ് എടുക്കണ ഒറ്റൊരു ഡയലോഗ് നമ്മളെല്ലാവരും ഞെട്ടിച്ച ഞങ്ങള് മഞ്ഞുമലിന്റെ ആദ്യത്തെ ട്രെയിലർ ലോഞ്ചും പ്രൊമോഷൻ തുടങ്ങിയതുകൊണ്ടാണ്. മഞ്ഞുമലിനെ അപ്പോ അന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളാണ് ഞങ്ങൾ മഞ്ഞുമൽ ടീമിന്റെ പിന്നിലുള്ള എന്താണ് എല്ലാ സക്സസിനും പിറകിലുള്ള എന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുകയാണ്. ഞങ്ങൾ പൈങ്കിളിയുടെ തുടങ്ങുന്നത് ഇവിടെ നിന്നല്ല, പക്ഷെ എനിക്ക് ഇവിടെ തുടങ്ങണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഇതിന് വേറെ ഞാൻ പറഞ്ഞു. പക്ഷെ എന്തായാലും അടുത്തൊരു പണം എന്തായാലും നമുക്ക് ഇവിടെ തന്നെ തുടങ്ങി. അതും മഞ്ഞുമൽ പറയുന്നെങ്കിലും ഇത് ആ ഒരു ഭയങ്കര ലെവലിലേക്ക് ഒരു ഹിറ്റ് എന്നുള്ള രീതിയിലല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതൊരു വൈൻ പടമാണ്. അപ്പോൾ കുറച്ച് നെഞ്ച് പരിപാടികളൊക്കെയാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഫെബ്രുവരി 14 ദിവസമാണ് കുറച്ച് ഭയങ്കരൊക്കെയാണ് നെഞ്ച് പരിപാടികളൊക്കെയാണ്. അങ്ങനത്തെ ഒരു പടമാണ്. ഇതൊരു 150 കോടി 200 വേണ്ട, ഒരു 150 നിങ്ങളെ എത്തിച്ചു തരുന്നതാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടുകൊണ്ടാണ് ഫെബ്രുവരി 14 എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. ബോയ് ഫ്രണ്ട്സിലൂടെ ആണെങ്കിൽ ആരെങ്കിലും ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാം. സിംഗിൾസ് എല്ലാവരും പോയി കാണാം. ഓക്കെ, താങ്ക് യു. ഈ ബോയ്സിന്റെ പ്രൊമോഷൻ വന്നപ്പോ ഞങ്ങളൊരു കാര്യം പറഞ്ഞായിരുന്നു. മഞ്ഞുമൽ ബോയ്സ് 100 കോടി ക്ലബ്ബ് വിട്ട് ഒരു കളി കളിക്കില്ലെന്ന് STC മാത്രം തന്നെയാണ് പോയത്. ആൻഡ് ബാക്കി നടന്നത് ചരിത്രം തന്നെയാണ്. സോ ആ കാര്യത്തിൽ ഞങ്ങളും ഉറപ്പ് നൽകുന്നു, സിനിമ അടിപൊളിയായിട്ട് വിജയം വരുത്തിട്ട്. അതാണ് STCയുടെ ഒരു ഐശ്വര്യം. ഇവിടെ പ്രൊമോഷൻ ചെയ്ത എന്തായാലും 100 കോടി ക്ലബിൽ കയറിയിരിക്കും അല്ലേ? സോ നമ്മുടെ സ്വന്തം ജിസ്മ മനസ്സ് കവർന്നൊരു വ്യക്തിയാണ്. So and we are very happy to see you in the silver screen. So please do share your experience. ആദ്യത്തെ സിനിമയാണ്. സെന്റ് തെരേസാസ് ശരിക്കും പറഞ്ഞ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ പറ്റിയിട്ടില്ല. കോളേജിൽ നിന്ന് ആർക്കും ഇവിടെ വന്ന് എന്തോ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ശരിക്കും ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. ആദ്യത്തെ സിനിമയുടെ പ്രൊമോഷൻ എന്നോട് വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ലൈഫിൽ ആദ്യമായിട്ട് ഇത്രയും പേര് അങ്ങനെ വന്നിരുമ്പോൾ കയ്യെടുക്കുന്നുണ്ട്. അത്രയും നല്ലൊരു കൈ കേട്ടോ. ബിക്കോസ് ആ പാട്ട് കേട്ടപ്പോൾ തന്നെ നമ്മുടെ കൈ അറിയാണ്ട് അടിച്ചു പോയി. ബിക്കോസ് വി ആർ സോ ത്രില്ഡ് ടു സീ ഹർ ഓൺ ദ ബിഗ് സ്ക്രീൻ. മിനി സ്ക്രീനിലൂടെ നമ്മുടെ മനസ്സൊക്കെ കവർന്ന് അവസാനം ബിഗ് സ്ക്രീനിൽ ഷീ ഈസ് കമ്മിങ് അഗൈൻ. പിന്നെ ജിസ്മ ജിസ്മ വിമൽ ഒരുമിച്ച്. ആൻഡ് ഇവിടെയും അവർക്ക് തന്നെ അവസ്ഥ. വിമൽ